ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മോംസ് ആർട്ടിസ്ട്രി. ഇന്നത്തെ വീഡിയോയിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് ഗ്ലാസ് ജാർസ് എങ്ങനെ സിമ്പിളായിട്ട് ഹാങ് ചെയ്യാമെന്ന് നോക്കാം. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഇവിടെ 1 മീറ്റർ ലെങ്ത് ഉള്ള ജൂട്ട് ട്വൈൻ്റെ 8 സ്ട്രിങ് ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കിതിൻ്റെ അറ്റം ഒന്ന് മുറുക്കെ കെട്ടിക്കൊടുക്കാം. പിന്നെ ഈ ട്വൈൻ വാങ്ങിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല മുറുക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം അത് ഗ്ലാസ് ജാറിൻ്റെ ബാക്കിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഇത് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കണം. അപ്പം വലിയ ഗ്ലാസ് ജാർ അല്ലെങ്കിൽ വലിയ പോട്ടൊക്കെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 8 സ്ട്രിങ്ങിന് പകരം 10 സ്ട്രിങ്ങോ അല്ലെങ്കിൽ 12 സ്ട്രിങ്ങോ അങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്കത് കെട്ടിക്കൊടുക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഗ്ലാസ് ജാറ് മാറ്റിയിട്ട് ഏകദേശം ഈ വലുപ്പമുള്ള വേറെ ജാറോ അല്ലെങ്കിൽ വേറെ പോട്ടോ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെക്കാനായിട്ട് പറ്റും. 2 സ്ട്രിങ് വെച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ എല്ലായിടത്തും സെയിം ലെങ്ത്തിൽ കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഫസ്റ്റ് ലെവല് കഴിഞ്ഞു. 4 പോർഷൻസ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഓരോന്നിനും ഓരോ സ്ട്രിങ് എടുത്തിട്ട് വീണ്ടും പെയർ ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഇതും നമ്മൾ ഫസ്റ്റ് ലെവലിൽ ചെയ്ത പോലെ തന്നെ 2 വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. സെയിം ലെങ്ത്തിൽ എല്ലായിടത്തും കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് ലെവൽ കഴിഞ്ഞു. നെക്സ്റ്റ് അതുപോലെ തന്നെ ഓരോ പെയറിൽ നിന്നും ഓരോ സ്ട്രിങ് എടുത്ത് വീണ്ടും പെയർ ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇത് നമുക്ക് ഗ്ലാസ് ജാറിൻ്റെ ലെങ്ത് അനുസരിച്ച് 3 ലെവലോ 4 ലെവലോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്ലാസ് ജാറിന് 3 ലെവൽ ചെയ്തപ്പോഴേക്കും ഏകദേശം അത് കവറായി. നെക്സ്റ്റ് 8 സ്ട്രിങ്ങിൽ നിന്ന് 4 സ്ട്രിങ് എടുത്തിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ നോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പിക്ചറിൽ കൊടുത്തേക്കുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ക്ലിയർ അല്ലാത്തവർക്ക് ഈ പിക്ചർ നോക്കിയിട്ട് ചെയ്യാം. അതായത് 4 സ്ട്രിങ്ങിൽ എന്നിട്ട് ഫസ്റ്റത്തെ സ്ട്രിങ് എടുത്തിട്ട് 4ാമത്തെ സ്ട്രിങ്ങിൻ്റെ താഴേക്ക് കൊണ്ടുവരണം. എന്നിട്ട് 4th സ്ട്രിങ് എടുത്തിട്ട് മിഡിലുള്ള 2 സ്ട്രിങ്ങിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ മുകളിലോട്ട് കൊണ്ടുവരണം. ചെയ്യുന്നത് ക്ലിയർ അല്ലെങ്കിൽ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ചെയ്തു വരുമ്പോൾ ഒരു സ്പൈറൽ ഷേപ്പിലാണ് കിട്ടുന്നത്. സ്ക്വയർ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ 2 സൈഡും ചെയ്തു. ഇത് ചെയ്യാത്തവർക്ക് ജസ്റ്റ് 8 സ്ട്രിങ്ങും കൂടി എടുത്തിട്ട് മുറുക്കി കെട്ടി വെച്ചാലും മതി. സെക്കൻഡ് വൺ ഒരു ഈസി മെത്തേഡ്. ജൂട്ട് ടൈം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ 2 അറ്റവും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ ലൂപ്പ് ഉണ്ടാക്കണം. ഇതിൻ്റെ ക്രോസ് സെക്ഷനിൽ നമ്മളുടെ പോട്ടോ ഗ്ലാസ് ജാറോ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ആ ചെറിയ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിയ സൈഡ് കോർത്ത് കൊടുക്കണം. എന്നിട്ട് ആ കോർത്ത് കൊടുത്ത സെക്ഷൻ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് വയ്ക്കുക. അടുത്തത് സെയിം സൈഡിലുള്ള 2 ചെറിയ ലൂപ്പിൽ കൂടെ വലിയ സൈഡ് വലിയ ലൂപ്പ് നമ്മൾ കോർത്തെടുക്കാം.
ഇതൊരു പോട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ ചെറിയ ലൂപ്പ് നമ്മളുടെ പോട്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വലുതോ ചെറുതോ ആക്കും. ഇതൊന്നും കൂടിയും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. ആദ്യം ചെറിയ ലൂപ്പിലേക്കൂടെ കോർത്തെടുത്തിട്ട് പിന്നെ ഓപ്പോസിറ്റിലേക്ക് വെക്കുക. പിന്നെ സൈഡിലുള്ള 2 ചെറിയ ലൂപ്പിൽ കൂടെയും വലിയ ലൂപ്പ് കോർത്തെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാത്തിനും ചെയ്യാനായിട്ട് പറ്റും. വലിയ പോട്ടൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ട്വൈന് സ്ട്രോങ് ഉള്ള ട്വൈൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. ചെറിയ സൈസുള്ള ഗ്ലാസ് ബോട്ടിൽസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന വാൾ ഹാങ്ങിങ് ആണ്. ജൂട്ട് ട്വൈൻ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 2ആക്കി മടക്കിയിട്ട് ഇത് കെട്ടിട്ട് കൊടുക്കണം. ഈ ഒരൊറ്റ സ്ട്രിങ്ങിലാണ് നമ്മൾ 2 ബോട്ടിലും ഹാങ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് 2 സ്ട്രിങ് എടുത്ത് ഒരുമിച്ച് കെട്ടിട്ട് കൊടുക്കുന്നത്. 3-4 കെട്ടിട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഗ്ലാസ് ബോട്ടിൽ നല്ല മുറുക്കി കെട്ടിക്കൊടുക്കാം. ഒരു 2-3 കെട്ടിട്ട് കൊടുക്കണം. ഇനി ആ സെയിം സ്ട്രിങ്ങിൽ ആ ബോട്ടിലിൻ്റെ ജസ്റ്റ് താഴെ കിടക്കുന്ന രീതിയിൽ അടുത്ത ബോട്ടിലും നല്ല മുറുക്കി ടൈ ചെയ്ത് കൊടുക്കണം. ഈ വാൾ ഹാങ്ങിങ്ങിന് ഭംഗി കൂട്ടാനായിട്ട് ഞാനിവിടെ ബട്ടർഫ്ലൈസ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ബുക്ക് കവർ ചെയ്യുന്ന ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ച് എടുത്തു. ഇതില്ലാത്തവർക്ക് സാധാ പാക്കിംഗ് ടേപ്പ് ആയാലും യൂസ് ചെയ്യാം. എന്നിട്ട് അത് ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ചെടികളൊക്കെ നനച്ചു കൊടുക്കുമ്പോൾ ഈ ബട്ടർഫ്ലൈസ് നനഞ്ഞാലും ഒന്നും സംഭവിക്കില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ എല്ലാ ബട്ടർഫ്ലൈസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ വാൾ ഹാങ്ങിങ്ങിൻ്റെ കൂടെ ഹാങ് ചെയ്യാനായിട്ട് 2 കുഞ്ഞു പോട്ടുകളും ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈസ് 2 സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.